ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഗംഭീരമായൊരു അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം മമ്മൂട്ടി കമ്പനിയുടെ 9ാമത്തെ ചിത്രം നിതീഷ് സഹദേവിൻ്റെ പടം ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. അതിലേക്ക് മമ്മൂട്ടി എൻട്രി ആവുന്നതും അതിനുശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്ന അവരുടെ മമ്മൂട്ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും കൊടുക്കുന്നത് ആ ഷൂട്ടിംഗ് ഈവൻ നമ്മുടെ ഡയറക്ടർ മുതൽ ആ ഒരു ഡ്രസ്സ് ബനിയൻ ടീഷർട്ട് ഇടുന്നതും പിന്നെ എന്താ പറയുക അതിനുശേഷം ഒരു ക്യാപ്പ്, അങ്ങനെ എല്ലാം ഒരുമാതിരിപ്പെട്ടൊരു ആഘോഷം പോലെയാണ് ഇപ്പോൾ മാറിയത്. കാരണം മമ്മൂട്ടി ആ സിനിമയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ആ ജോയിൻ ചെയ്തതിന് ശേഷം ആ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ഒഫീഷ്യലായിട്ടൊരു വീഡിയോ തന്നെ അവർ ഇറക്കി, എങ്ങനെയാണ് കാര്യങ്ങൾ മറ്റേ ബിഹൈൻഡ് ദി സ്കിൻ പോലെയൊക്കെ അങ്ങനെ ഒരു രസമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞൊരു കോരി തരിക്കുന്നുണ്ട്. 9ാമത്തെ ചിത്രം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാണ്ടിരിക്കുന്ന സംഭവമാണ്. കാരണം ഒന്നാമത്തെ ഡയറക്ടർ നിതീഷ് സഹദേവനാണ്, രണ്ടാമത്തെ മമ്മൂട്ടിയാണ്, പിന്നെ മൂന്നാമത്തെ മമ്മൂട്ടി കമ്പനിയാണ്. അപ്പോൾ ഈ 3 പ്രോമിസിങ് ആണ് ശരിക്കും. ഇപ്പോൾ എന്തുകൊണ്ട് 3 പ്രോമിസിങ് വരുമ്പോൾ ഡയറക്ടറിൻ്റെ കാര്യത്തിൽ പറയണം ചോദിക്കുകയാണെങ്കിൽ, ഫാലിമി പറഞ്ഞൊരു പടം നല്ല അതിഗംഭീരം മലയാളം ചെയ്തു. അദ്ദേഹം ഒരു തീർത്ഥാടനത്തിലേക്ക് അവിടെ എത്തിച്ചു. അവിടെ നിന്ന് അങ്ങനെ അതിലേക്ക് എത്തിപ്പെടുന്നു. ശരിക്കും അഡ്വഞ്ചർ ട്രിപ്പ് പോലെയാണ് ശരിക്കും പോയത്. ഭയങ്കര കോമഡിയും അതിനോട് തന്നെ ഭയങ്കര നിത്യജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഇണക്കവും പിണക്കവും അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന സ്ഥിരം കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ വഴക്കുകളൊക്കെ ഭയങ്കര രസകരമായി അദ്ദേഹത്തിന് കാണിക്കാൻ ആ സിനിമയ്ക്ക് പറ്റി. അതുപോലെ തന്നെ ടി വരുന്ന ടി വരുന്ന സിനിമ തലവേർ തമ്പി തലേന്ന് തനിമൈ എന്ന് പറഞ്ഞ സിനിമയിലും അദ്ദേഹം ജീവനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു അടിപൊളി ഒരു സിനിമ നമ്മുടെ ജാനമൻ പോലെ ഒരു ജോണറിലേക്ക് കൊണ്ടെത്തിച്ചു. പക്ഷേ അവിടെ മറ്റുള്ള കേക്ക് മുറിയും ബർത്ത്ഡേയും ഒരു മരണമാണെങ്കിൽ ഇവിടെ കല്യാണവും ഒരു മരണവും പറയും. പക്ഷേ അതെങ്ങനെ അവർ കണക്ട് ചെയ്തു, അതിനുശേഷം എങ്ങനെ ക്ലൈമാക്സിൽ കൊണ്ടെത്തിച്ചു, അതൊക്കെ ഭയങ്കര രസകരമായിട്ട് അതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു തമിഴ് കൾച്ചറിൽ എടുത്തെങ്കിലും അവരുടെ തമിഴ് കൾച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ അവർക്ക് ആ സിനിമ കഴിച്ചു. അതൊരു ഭയങ്കര ഒരു വല്ലാത്ത കഴിവ് തന്നെയാണ്. കാരണം ഒരു അന്യ സംസ്ഥാനത്ത് പോയി അവരുടെ രീതിയിലേക്ക് പടം എടുത്ത് അവരെ ഇങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം നൽകുകയും അതിന് ഒരു നായകൻ എന്താ പറയുക പിന്നോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നോട്ട് കൊടുക്കാൻ ഒരു വലിയൊരു പ്രചോദനം കൂടിയായി ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ശിവനൊരു റീബോൺ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു സിനിമയെ മാറിയത്. പക്ഷേ ഇവിടെ പറയുമ്പോൾ മമ്മൂട്ടി ജോയിൻ ചെയ്തപ്പോൾ തന്നെ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു 2 ഫോട്ടോ കണ്ടില്ലേ, 2 ഫോട്ടോ, ഒരു ഫോട്ടോ നോക്കി ഒരു 6 സീനും ലുക്ക് കൊടുത്തിരിക്കും. ഇപ്പോൾ എന്താണ് കവി ഉദ്ദേശിക്കുന്നില്ല. കാരണം ആൾ ക്യാരക്ടർ ആയിട്ടുണ്ട്. പിന്നെ ആ ഫ്രെയിമിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് നിന്നിട്ട് ആക്ഷൻ പറഞ്ഞ ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തും. അതുവരെ ആൾ പ്രിപ്പയർഡാണ്. കാരണം എൻ്റെ ഉള്ളിലൊരു സംഭവം ഇങ്ങനെ എന്താ പറയുക ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ബോധത്തിന് പുറത്ത് വിടണമെങ്കിൽ എനിക്ക് ആക്ഷൻ ആ ഒരൊറ്റ വാക്ക് കേൾക്കണം. ആ ഒരു മാന്ത്രിക വാക്ക് കേൾക്കുന്നതോടുകൂടി ഞാൻ എൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു നികൃഷ്ട ജീവിനെ പുറത്ത് വിടുന്നില്ല. ആ ഒരു രീതിയാണ്. കാരണം ഇതിൽ ഗ്യാങ്സ്റ്റർ പറയുന്നു, വില്ലനാണ് പറയുന്നു, പിന്നെ കോമഡി പോലെ പറയുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ സിനിമയെ കുറിച്ചുകൊണ്ട്. പക്ഷേ എന്തായാലും നിതീഷ് സഹദേവനായതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് വിശ്വാസം പറഞ്ഞാൽ അത് എന്തായാലും കോമഡി കണക്ട് ചെയ്തിട്ട് ഈ പരിധി കൊണ്ടുപോകാം. ഒരു എന്താ പറയുക ഒരു ലോക്കൽ രാജമണിക്ക് ഇറക്കിയിട്ടുണ്ടാകും അമ്മാതിരായിട്ടായിരിക്കും ചിലപ്പോൾ ഈ സാധനം ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതുകൊണ്ട് നിതീഷ് സഹദേവൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ക്ലിക്കായത് ആ ഒരു പോയിൻ്റാണ്. കാരണം എങ്ങനെ ഒരു കോമഡി ഈ സാധനത്തിൽ വർക്കൗട്ടാവും, കോമഡി വർക്കൗട്ടാണെങ്കിൽ ചിലപ്പോൾ നല്ല രസകരമായ രീതിയിലേക്ക് ഈ സാധനം കൊണ്ടുപോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായുള്ള അതിഗംഭീരമായുള്ള എല്ലാവിധ ഒരു ചേരുവകളും ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പടം ഒരു ഇടിവെട്ട് സാധനമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും പടത്തിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ എന്തിനും വന്നിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്പോട്ടിലുണ്ടായിട്ടുള്ള കാരക്കുടി അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇവരിപ്പം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു തമിഴ്നാടും കൂടി ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഇൻഡർസ്റ്റേറ്റ് ലിങ്കൊക്കെ നമ്മുടെ നായകൻ്റെ പരിവേഷങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ജോണേഴ്സിലേക്ക് അത് കൊണ്ടുപോയി. കാരണം അദ്ദേഹം ചിലപ്പോൾ ഇതിൻ്റെ സ്ലാങ് എങ്ങനെ പിടിക്കുക അതൊക്കെ നമുക്ക് ഭയങ്കര കൗതുകമാണ്. കാരണം മമ്മൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത് പറയുമ്പോൾ തന്നെ ആ സിനിമയിലുണ്ടാകുന്ന ഓരോ തരത്തിലുണ്ടാകുന്ന ഒരു വ്യത്യസ്തങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് ഉൾക്കാഴ്ചകളോട് കാണാൻ പറ്റും. അമ്മാതിരി സാധനങ്ങളൊക്കെ അദ്ദേഹം ഇറക്കി വിടും. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പരിപാടി എന്നൊക്കെ ഭയങ്കര എനിക്കും കൗതുകമുണ്ട്. എന്തായാലും ഗൈസ്, നിങ്ങളെപ്പോഴത്തെ ഞാൻ വളരെയധികം ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ ഓരോരോ അപ്ഡേറ്റ് വരും. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ടീച്ചറെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, നമുക്കൊരു ആശ്വാസം അല്ലെങ്കിൽ നമുക്കൊരു മോചനം കിട്ടുന്ന രീതിയിലേക്ക് പോകും. അങ്ങനെയൊരു സാധനമാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മമ്മൂട്ടി കമ്പനിയുടെ സിനിമ തന്നെ വരുന്നതുകൊണ്ട് തന്നെ അത് നിതീഷ് സഹദേവൻ്റെ ഡയറക്ഷൻ, മമ്മൂട്ടി അഭിനയിക്കുന്നു, ബാക്കി കുറേ മികച്ച താരങ്ങൾ ഇതിനൊപ്പം അണിചേർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ലിസ്റ്റും അവരുടെയൊക്കെ പേരും അവരുടെയൊക്കെ റോൾ എന്താണെന്ന്
എന്നൊക്കെ ചിലപ്പോൾ ഇത് മമ്മൂട്ടി കമ്പനിയുടെ ശൈലി വെച്ചിട്ട് അവർ ഓരോന്നോരോന്ന് കാണിക്കും. അപ്പോൾ എന്തായാലും ഇതിലെന്തായാലും ഒരു അടിപൊളി വില്ലൻ ഉണ്ടാവുക എന്നുള്ള കാര്യം സംശയമില്ല. കാരണം മമ്മൂട്ടി കമ്പനിയിൽ എല്ലാ സിനിമയിലും നല്ല സെറ്റപ്പ് വില്ലൻസ് ഉണ്ടായിരിക്കും. നല്ല രസമുള്ള കാര്യം തന്നെയാണ്. ഈ സെറ്റപ്പ് വില്ലൻ പറഞ്ഞാൽ എല്ലാ സിനിമയിലും ഇല്ലെങ്കിലും ചില വില്ലൻസിൻ്റെ ആവശ്യമുള്ളിടത്തൊക്കെ നല്ല നല്ല വില്ലൻ തന്നെയാണ് ഉണ്ടാകുക. അതിലും നല്ലൊരു ക്വാളിറ്റി നിറഞ്ഞിട്ടുള്ളൊരു സംഭവം തന്നെയായിരിക്കും അവർ അതിൽ കൊണ്ടുവരുന്നത്. അതിലൊന്നും ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളോ വലിയൊരു വിട്ടുവീഴ്ചകളോ മമ്മൂട്ടി കമ്പനി ചെയ്യുന്നില്ല. കാരണം ഒരു ആസ്വാദനത്തിൻ്റെ ലേക്ക് എത്തിക്കുന്ന ഏത് കഥാപാത്രമാണോ അല്ലെങ്കിൽ ഏത് നല്ല സീൻസാണോ വേണ്ടത് അതിനു വേണ്ടിയുള്ള എല്ലാ ചേരുവകളും ഇവർ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ട് ചേർക്കും. അത് ചിലപ്പോൾ ഈ സിനിമ എടുക്കുന്നവരും ഈ സിനിമയുടെ കമ്പനി പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. അതിലേക്ക് ഇവർ മമ്മൂട്ടിയും കൂടി വരുമ്പോൾ മമ്മൂട്ടീൻ്റെ ഒരു അഴിഞ്ഞാട്ടും കൂടി ആകുമ്പോൾ സിനിമ പരിപൂർണ്ണമായി. അപ്പോൾ എന്തായാലും മക്കളെ ഇനി പുതിയൊരു അപ്ഡേറ്റുമായി വരാനുള്ള എല്ലാ ചാൻസും അടുത്ത കാലത്തിനുണ്ട്. കാരണം ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് എന്തായാലും ഇനി ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു പോസ്റ്റേഴ്സും കുഞ്ഞു കുഞ്ഞു ടീസേഴ്സൊക്കെ ഇറങ്ങി വരട്ടെ. എന്നിട്ട് ബാക്കി റിലീസ് ഡേറ്റും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പടം പിന്നെ നിൽക്കൂലൊക്കെ പോകും. അപ്പോൾ അതിൽ ഗൈസ് നേരത്തെ അടുത്തൊരു അപ്ഡേറ്റിന് ഞാനും കാത്തിരിക്കുകയാണ്. എല്ലാവരും ടേക്ക് കെയർ. നല്ല മഴയും കോളൊക്കെ ഉള്ളതാണ്. എല്ലാവരും ആരും അബദ്ധത്തിൽ നിന്നും പുറത്ത് ചാടില്ലേ. ഓക്കെ, എല്ലാവരും വീട്ടിൽ നിന്ന് സേഫായിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ, സീ യു ഗൈസ്. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും.